ഫാമിലി കിറ്റിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. വിവാഹിതരായ ആളുകളോട് എൻ്റെ ഒരു ചോദ്യം: വിവാഹത്തിൽ കെട്ടുന്നത് ആരാണ്? തീർച്ചയായും ഭർത്താക്കന്മാർ പറയും, കെട്ടുന്നത് ഞങ്ങളാണ്. കാരണം അങ്ങനെയാണല്ലോ പരമ്പരാഗത കാഴ്ചപ്പാട്. ഭാര്യയെ കെട്ടുന്നത് ഭർത്താവാണ്. എന്നാൽ ക്രിസ്തീയ കാഴ്ചപ്പാടനുസരിച്ച് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ കെട്ടുകയല്ലത്രേ ചെയ്യുന്നത്. ക്രിസ്തു ഇവരെ ഇരുവരെയും ഒരുമിച്ച് ചേർക്കുകയാണ്, അഥവാ ബന്ധിക്കുകയാണ്, കെട്ടുകയാണ്. വചനവും പഠിപ്പിക്കുന്നത് അതുതന്നെയാണല്ലോ. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമാകുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഇരുവരെയും ദൈവം കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട്, ദൈവം കെട്ടുന്നത് കൊണ്ട് അവരുടെ മധ്യേ കെട്ടുന്നവനായ ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവം ഭാര്യാഭർത്താക്കന്മാരെ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ നാൾ മുതൽ അവസാന നാൾ വരെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞത്, വിവാഹത്തിൽ ബന്ധിതരാകുന്നത് 2 പേരല്ല 3 പേരാണ്. ഇതാ ലോകാവസാനം വരെ എന്നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന വചനം കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞെങ്കിൽ, ആ ശിഷ്യത്വത്തിൽ പങ്കുചേരുന്ന വിവാഹിതരാകുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ എന്നും കർത്താവ് ഉണ്ടാകും. അപ്പോൾ ഓർക്കുക, വിവാഹത്തിൽ കെട്ടുന്നത് ഭാര്യയോ ഭർത്താവോ അല്ല, പിന്നെയോ അവരെ ഇരുവരെയും ദൈവമാണ് കെട്ടുന്നത്. അപ്രകാരം ദൈവം കെട്ടുന്നെങ്കിൽ അവരെ അനാഥരായി വിടുന്നില്ല. അവരുടെ മധ്യേ തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ ശക്തിപ്പെടുത്തേണ്ടുന്ന വലിയ ഒരു ചിന്തയാണിത്. ഞങ്ങളെ വിവാഹത്തിലേക്ക് നയിച്ചിട്ട് ദൈവം മാറി നിൽക്കുകയല്ല, പിന്നെയോ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. വിവാഹിതരെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവം നമ്മെ എന്നും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധീകരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു.